നമസ്കാരം, വെൽക്കം ടു ഷൈനിബindhus വേൾഡ്. എങ്ങനെ നമുക്ക് ഇന്നൊരു ലീവ് ഇൻ കണ്ടീഷണർ ഉണ്ടാക്കാൻ നോക്കാം. ഇത് നമുക്ക് തികച്ചും നാച്ചുറലായിട്ട് ഓർഗാനിക്കായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള സാധനം എടുത്ത് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇത് ഒത്തിരി ദിവസം ഉപയോഗിക്കണമെങ്കിൽ അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്നും അങ്ങനെ രണ്ട് രീതിയിൽ ഞാൻ പറയുന്നുണ്ട്. നാച്ചുറലായ രീതിയിലും പ്രിസർവേറ്റീവ് ആഡ് ചെയ്തും എങ്ങനെ വെച്ചിരിക്കാമെന്ന് ഞാൻ പറയുന്നുണ്ട്. ഇത് ഡ്രൈ ആയിട്ടും ഫ്രിസി ആയിട്ടുള്ള ഹെയറിന് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇത് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്താൽ നമ്മുടെ ഹെയറിനെയും നമ്മുടെ സ്കാൽപ്പിനെയും എല്ലാം സ്കാൽപ്പിൽ ഇത് അപ്ലൈ ചെയ്യാം. സ്കാൽപ്പിനെ മോയ്സ്ചറൈസ് ആയിട്ട് വെച്ചിരിക്കാനും അതുപോലെ നല്ല ഡ്രൈ ചകിരി പോലുള്ള മുടിയെല്ലാം നല്ല സ്മൂത്ത് ആക്കാനും അങ്ങനെ നമുക്ക് ഉപയോഗിച്ചിട്ട് അങ്ങനെ വിടുകയും ചെയ്യാം. അത് ഇഷ്ടമില്ലാത്തവർക്ക് അരമണിക്കൂറൊക്കെ ഇട്ടിട്ട് കഴുകി കളയുകയും ചെയ്യാം. രണ്ട് രീതിയിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്താൽ തീർച്ചയായിട്ടും ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും. നല്ല ചെറിയ ബേബി ഹെയർസ് വരാനും ഇത് സഹായിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിലാണെന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിനാണ് ഞാൻ പാടുന്ന എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നു. സ്റ്റാർട്ട്. നമുക്ക് ആദ്യം വേണ്ടത് ഇതേപോലെ ഒരു ഗ്ലാസ് നിറച്ച് DM വാട്ടറാണ്, ഡിസ്റ്റിൽഡ് വാട്ടർ. ഇത് നിറച്ചെടുക്കുക. അപ്പോൾ ഞാനിത് നിറച്ച് ഗ്ലാസ്സിൽ എടുക്കുകയാണ്. ഹീറ്റാക്കി എടുക്കാം. അപ്പോൾ അതിനോട് ഞാൻ ഓണാക്കി കൊടുക്കുകയാണ് തീ. അപ്പം ഇതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ ഒന്ന് ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഫ്ലാക്സ് സീഡാണ്. അപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്ലാക്സ് സീഡ്. ഇതെല്ലാം മരുന്ന് കടകളിലൊക്കെ ആയുർവേദ മരുന്ന് കടകളിലും സൂപ്പർ മാർക്കറ്റിലും കിട്ടുമെന്നാണ് തോന്നുന്നത്. ഞാൻ വാങ്ങിയത് ആയുർവേദ മരുന്ന് കടകളിൽ നിന്നാണ്. അപ്പോൾ ഞാനിതിവിടെ 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നു. ഇത് നമ്മുടെ സ്കാൽപ്പിനെ മോയ്സ്ചറൈസ് ആയിട്ട് വെച്ചിരിക്കാനും നമ്മുടെ മുടി വളർച്ചയെ ഇരട്ടിയാക്കാനും നമുക്ക് ചെറിയ ബേബി ഹെയർസ് വരാനൊക്കെ സഹായിക്കുന്നതാണ് ഫ്ലാക്സ് സീഡ്. ഇത് ധാരാളം ആൻറ്റി ഓക്സിഡൻസും പ്രോട്ടീൻസും വിറ്റാമിൻസ് അതുപോലെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ്. ഇത് നമ്മൾ ഉള്ളിലോട്ട് കഴിക്കുന്നതും വളരെ നല്ലതാണ്. നമ്മുടെ മുടി വളർച്ചയ്ക്കൊക്കെ ഒത്തിരി നല്ലതാണ്. ഇതിപ്പോൾ ഞാനിവിടെ 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഞാനിങ്ങനെ 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കരിഞ്ജീരകമാണ്. അപ്പോൾ കരിഞ്ജീരകം നമ്മുടെ മുടിയെല്ലാം കറുപ്പായിട്ട് വെച്ചിരിക്കുന്നതിനും മുടി വളർച്ചയെ അതും ഇൻക്രീസ് ചെയ്യുന്നതിന് അതുപോലെ ആൻറ്റി ബാക്ടീരിയലായിട്ടും ആൻറ്റി ഫംഗലായിട്ടൊക്കെ പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ കരിഞ്ജീരകം. അതിപ്പോൾ ഞാനിങ്ങനെ 1 സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉലുവ ഇട്ട് കൊടുക്കാം 1 സ്പൂൺ. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല, കാരണം എനിക്ക് സൈനസിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് സൈനസ് അലർജി പോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണ്ട. അല്ലാത്തവർക്ക് നല്ലതാണ്. ഡാൻഡ്രഫിനും മുടി വളർച്ചയെ സഹായിക്കാനും ഒക്കെ നല്ലതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഹീറ്റ് കുറയ്ക്കുന്നതിനൊക്കെ നല്ലതാണ് ഉലുവ. അപ്പോൾ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് 10 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് മാത്രമേ ചെയ്യാവൂ. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടൂ. അല്ലെങ്കിൽ ആ വെള്ളമെല്ലാം പെട്ടെന്ന് വറ്റി പോവുകയും ചെയ്യും, നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടില്ല. അങ്ങനെ 10 മിനിറ്റ് നിങ്ങൾ തീ കുറച്ച് ഇതിനെ വെച്ചിരിക്കുക. അപ്പോൾ അതിൽ നിന്നൊരു ജെൽ കൺസിസ്റ്റൻസി വരും. അത് നമ്മുടെ സ്കാൽപ്പിനും മുടി വളർച്ചയ്ക്കൊക്കെ നല്ലതാണ്. നമുക്ക് കുറച്ച് കട്ടിയായിട്ട് വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും കുറേ നേരം കൂടെ ഇരിക്കട്ടെ. അപ്പോൾ കുറച്ചൊന്ന് തിക്കാവാൻ തുടങ്ങിയിട്ട് ഇതിനി ഒരു 1/2 ഗ്ലാസ് ആയിട്ട് വറ്റണം. അതാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും കിട്ടുക. അപ്പോൾ നമുക്കെല്ലാം ഇവിടെ ഒരു 1/2 ഗ്ലാസ് ആയിട്ടുണ്ട്. കുറച്ചൊന്ന് തിക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കാം. തീ ഒന്ന് ഓഫാക്കും. നമുക്കിതിനൊന്ന് ചൂടോടെ തന്നെ അരിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ അത് അരിച്ചെടുക്കാൻ പറ്റൂ. ചൂട് തണുത്ത് കഴിഞ്ഞാൽ അതൊരു ജെൽ കൺസിസ്റ്റൻസിയിലായാൽ പിന്നെ നമുക്ക് അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇപ്പോഴേ നമുക്ക് അരിച്ചെടുക്കാം. ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. കാണാൻ വരുന്നത് കണ്ടോ, ഒരു ജെല്ല് പോലെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെല്ലാം അരിച്ചെടുത്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. ഇതിന്ന് വേസ്റ്റായിട്ട് വന്ന ഈ സാധനം കളയേണ്ട ആവശ്യമില്ല. കാരണം ഇത് സ്കാൽപ്പിനും മുടിക്കൊക്കെ വളരെ നല്ലതാണ്. ഇതിന് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുത്ത് നമുക്ക് പാക്കായിട്ടൊക്കെ തലയിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് ഏകദേശം തണുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു ജെൽ കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. കണ്ടോ, ഒരു ജെല്ല് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. അപ്പോൾ അലോവേര ജെല്ല് നമ്മുടെ സ്കാൽപ്പിനെ മുടിയെല്ലാം നന്നായിട്ട് മോയ്സ്ചറൈസ് ആയിട്ട് വെച്ചിരിക്കാനും ആ ഫ്രിസിനെസ് ഒക്കെ മാറ്റാൻ സഹായിക്കും. ഇതും കൂടെയൊക്കെ എല്ലാം കൂടെ ഇത് ഇൻക്ലൂഡ് ആവുമ്പോൾ നല്ല ഒരു മോയ്സ്ചറൈസർ നമുക്ക് തരും. അപ്പോൾ ഞാനിങ്ങനെ 1 സ്പൂൺ എടുക്കുന്നുണ്ട്. കണ്ടോ, ഇതിട്ട് ഈ ചെറിയ സ്പൂണിട്ട് 1 സ്പൂൺ അലോവേര ജെല്ല് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
അപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കാസ്റ്റർ ഓയിൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലിസറിൻ എടുക്കാം. കാസ്റ്റർ ഓയിലിന് ഒരു പ്രത്യേക മണമായിരിക്കും, അത് ഇഷ്ടമില്ലാത്തവർക്ക് ഗ്ലിസറിൻ എടുക്കാം. ഞാനിവിടെ കാസ്റ്റർ ഓയിലാണ് എടുക്കുന്നത്. കാരണം കാസ്റ്റർ ഓയിൽ നന്നായിട്ട് നമ്മുടെ ഹെയറിനെ ആ ഫ്രിസിനെസ്സൊക്കെ ആ ചകിരി പോലത്തെ ആ കണ്ടീഷനൊക്കെ മാറ്റി നമ്മുടെ ആ സ്പ്ലിറ്റ് എൻഡ്സൊക്കെ മാറ്റി നമ്മുടെ ഹെയറിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ആയിട്ട് വെച്ചിരിക്കാൻ സഹായിക്കും. അപ്പോൾ ഞാൻ അതും ഇവിടെ 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, ഇതും ഞാനിവിടെ 1 സ്പൂൺ, ചെറിയ സ്പൂണിൽ 1 സ്പൂൺ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഓയിലും ഫ്ലാക്സ് സീഡും ഈ ആൾറെഡി ജെല്ലായിട്ടാണ് ഇരിക്കുന്നത്, പിന്നെ അലോവേരയും. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവണം. ഇതെല്ലാം കൂടെ മിക്സായി ഒരു ജെൽ കൺസിസ്റ്റൻസി, നല്ലൊരു ജെല്ലായിട്ട്, ആൾറെഡി ജെല്ല് തന്നെയാണ് അതിൻ്റെ കൂടെ. അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്താലേ എല്ലാം ഒന്ന് ബ്ലെൻഡായി കിട്ടുകയുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം കാസ്റ്റർ ഓയിലൊക്കെ ആഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു സ്മെല്ലിരിക്കും. അത് കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ടീ ട്രീ എസെൻഷ്യലൊക്കെ ആഡ് ചെയ്താൽ വളരെ നല്ലതാണ്. ഈ ഡാൻഡ്രഫിനൊക്കെ വളരെ നല്ലതാണ്. 1-2 തുള്ളിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. എസെൻഷ്യൽ ഓയിലൊക്കെ നമ്മുടെ ഹെയറിന് നല്ലതാണ്. അപ്പം ഞാൻ പ്രത്യേകിച്ച് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതൊരു ഇത്രയും കട്ടിയായിട്ട് ജെൽ കൺസിസ്റ്റൻസി വേണ്ട, എനിക്കൊരു സിറം കൺസിസ്റ്റൻസി വേണമെങ്കിൽ ഇതിൽ കുറച്ചുകൂടെ DM വാട്ടർ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരു സിറം കൺസിസ്റ്റൻസി കിട്ടും. അപ്പം നിങ്ങൾക്കിത് ഒത്തിരിയൊക്കെ ഉണ്ടാക്കി വെക്കണമെങ്കിൽ ഇതിൽ സോഡിയം ബെൻസവേറ്റ്, ഫുഡ് പ്രിസർവേറ്റീവ് സോഡിയം ബെൻസവേറ്റ് ആഡ് ചെയ്ത് ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് 2-3 മാസം വരെ ഇത് യൂസ് ചെയ്യാം. കുറേശ്ശെ എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് ഫ്രിഡ്ജിൽ വെച്ച്. ഇതിപ്പോൾ ഞാനിവിടെ ഒന്നും ആഡ് ചെയ്തില്ല, കാരണം ഒരു ചെറിയ ക്വാണ്ടിറ്റിയാണല്ലോ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പ്രിസർവേറ്റീവ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഫ്രിഡ്ജിൽ വെച്ച് തന്നെ യൂസ് ചെയ്യണം. നിങ്ങൾക്ക് സൈനസും പ്രോബ്ലമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് ഒരു അരമണിക്കൂർ മുമ്പേ വച്ചിട്ട് തണുപ്പ് മാറ്റിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യുക. കാരണം നമ്മളിതിൽ ഓയിൽ അലോവരയൊക്കെ ഇട്ടതാണല്ലോ. നന്നായിട്ട് ഷേക്ക് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. കണ്ടോ, ഒരു ജെൽ കൺസിസ്റ്റൻസി. എന്നിട്ട് ഇതിനെടുത്ത് ഹെയറിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ലീവ്-ഇൻ കണ്ടീഷണർ ഇവിടെ റെഡിയാണ്. നമ്മുടെ ലീവ്-ഇൻ കണ്ടീഷണർ ഇവിടെ റെഡിയാണ്. ഒരു ജെൽ കൺസിസ്റ്റൻസിയാണ് ഇരിക്കുന്നത്. കാരണം നമ്മുടെ ആ ഫ്ലാക്സ് സീഡും അലോവേര ജെല്ലും എല്ലാത്തിനും കൂടെ മിക്സായി ഒരു ജെൽ കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഡ്രൈ ഹെയർ ഉള്ളവർ, നിങ്ങളിപ്പോൾ കണ്ടീഷണറായിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളിങ്ങനെ കയ്യിലെടുത്ത് കണ്ടോ, ഒരു ജെല്ലായിട്ടാണ് ഇരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ എടുത്ത് നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പ്, എൻ്റെ ഹെയർ നല്ല ഫ്രിസി ആൻഡ് ഡ്രൈ ആണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്ത് ഇങ്ങനെ ഈ മുടിയിലെല്ലാം അപ്ലൈ ചെയ്ത് ഇട്ടിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഇതിലിട്ടിരിക്കുക. ഇട്ടിരുന്നിട്ട് വാഷ് ചെയ്യുക. ഇതെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ ഇപ്പോൾ ഷാമ്പൊക്കെ ചെയ്തിട്ട് വന്നിട്ടാണെങ്കിൽ നിങ്ങളിങ്ങനെ എടുത്ത് വന്നതിന് ശേഷം ആ ചെറിയ നനവോടെ ഇരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ മുടിയിലെല്ലാം മൊത്തത്തിൽ. ഇത് സ്കാൽപ്പിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് സൈനസ്, അലർജി പോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുമ്പോൾ അത് ഒരു അരമണിക്കൂറിന് മുമ്പെങ്കിലും എടുത്ത് വെച്ച് ആ തണുപ്പ് മാറിയതിന് ശേഷം, നിങ്ങൾക്ക് മുടിയിൽ അപ്ലൈ ആണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അരമണിക്കൂറെങ്കിലും പുറത്തെടുത്ത് വെച്ചിട്ട് ആ തണുപ്പ് മാറിയതിന് ശേഷം ഉപയോഗിക്കുക. കാരണം ഹെൽത്ത് ഈസ് ഫസ്റ്റ്. ഇതല്ല നിങ്ങൾ ഹെയറിൽ മാത്രം അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് അങ്ങനെ വിടാം. നിങ്ങൾ ഹെയർ അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് കഴിയുമ്പോൾ തന്നെ ഒരു ഷൈനിങ്, ഇപ്പോൾ കണ്ടാലും നന്നായിട്ട് ഒരു ഷൈനിങ്, ആ ഫ്ലാക്സ് സീഡ് യൂസ് ചെയ്യുമ്പോഴേ നമ്മുടെ മുടിക്ക് ഒരു ഷൈനിങ്, ഒരു തിക്നെസ് ഒക്കെ തോന്നും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ബേബി ഹെയർസൊക്കെ ഇങ്ങനെ ചെറിയ ബേബി ഹെയർസൊക്കെ വരാൻ ഇത് സഹായിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.